മറിയക്കുട്ടിയുടെ ചട്ടിയും കലവും കണ്ട് വീണുപോയ കോൺഗ്രസ്സുകാർ പിന്നെ തലയിൽ മുണ്ടിട്ടോടിയതും നാം കണ്ടതാണല്ലോ. ഇതാ വീണ്ടും അവർക്ക് കിട്ടിയത് മറ്റൊരിര. എന്തെങ്കിലും മര്യാദയ്ക്ക് നേരാവണ്ണം വിനിയോഗിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇനി ആരവരെ പഠിപ്പിക്കുമോ എന്തോ. അതും അങ്ങനെ ചീറ്റിപ്പോയി. ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി പല വേലത്തരങ്ങളും കാണിക്കാറുണ്ട്. പക്ഷെ ഒന്നും കുറിക്ക് കൊള്ളാറില്ല എന്നുള്ളതാണ് വാസ്തവം. സർക്കാരിന്റെ എന്ത് നടപടിയും ബഹിഷ്കരിക്കാനും പ്രതിഷേധിക്കാനും മാത്രം അറിയുന്ന കൊങ്ങിക്കൂട്ടങ്ങൾ കഴിഞ്ഞ ദിവസം ജോസഫിനോട് കാണിച്ചത് ക്രൂരതയാണെന്നേ പറയുവാൻ സാധിക്കത്തുള്ളൂ. നുണക്കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ അല്പം മാന്യത കാണിക്കാൻ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ജോസഫിന്റെ മരണകാരണം സർക്കാർ പെൻഷൻ നൽകാത്തതിലുള്ള മനോവിഷമം കൊണ്ടാണെന്ന് ആത്മഹത്യ ചെയ്തതെന്നാണ് കോൺഗ്രസുകാർ വരുത്തി തീർത്തത്. വെറും രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ജോസഫിനെ കരുവാക്കിയതെന്നേ ഇവിടെ പറയാൻ സാധിക്കത്തുള്ളൂ. ചകിട്ടപ്പാറയിലെ ഭിന്നശേഷിക്കാരൻ ജോസഫിന്റെ ആത്മഹത്യ പെൻഷൻ ലഭിക്കാത്തത് കാരണമാണെന്ന വാർത്ത തെറ്റാണെന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, പെൻഷൻ ലഭിക്കാത്തതിനാലാണ് ജോസഫ് ആത്മഹത്യ ചെയ്തതെന്ന് വരുത്തി തീർക്കാനും കൊങ്ങികൾ ശ്രമിച്ചു. കഴിഞ്ഞ വർഷം ജോസഫ് പെൻഷൻ കൈപ്പറ്റിയത് 24,200 രൂപയാണ്. കഴിഞ്ഞ ഡിസംബർ മാസം 30-നാണ് അദ്ദേഹം പെൻഷൻ കൈപ്പറ്റിയത്. മകളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള തുകയാണെന്നും സുനിൽ പറഞ്ഞിരുന്നു. എന്തായാലും എവിടെയും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ ജോസഫ് പെൻഷൻ വാങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതിലൊക്കെ സത്യം എന്താണ്? എന്താണ് ഇതിൽ നിന്നൊക്കെ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? ആരുടെ വാർത്തയാണ് ഉൾക്കൊള്ളേണ്ടത്? ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ അഹോരാത്രം പണിയെടുക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളെയോ? ഇതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരം പറയേണ്ട കാര്യം തന്നെയാണ്. ജോസഫ് സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ ഒരു ക്രൂരത അവർ ആ മനുഷ്യനോട് കാട്ടിയത്. സജീവമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ട് പോലും അദ്ദേഹം മരിച്ചപ്പോൾ കോൺഗ്രസ് തിരിഞ്ഞു നോക്കിയില്ല. അതും കൂടെ നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. അവിടെയും CPM പ്രവർത്തകനാണ് ആദ്യം എത്തിയത്. മരണശേഷം മൃതദേഹവുമായി കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിഷേധം നടത്തുകയും ജോസഫിന്റെ മൃതദേഹം സർക്കാർ വിരുദ്ധ ആയുധമാക്കുകയുമാണ് ഉണ്ടായത്. ജോസഫിന്റെ ആത്മഹത്യ അതീവ ദുഃഖകരമായിരുന്നു. എന്നാൽ ആത്മഹത്യയിൽ കോൺഗ്രസിനോ പഞ്ചായത്തിനോ ധാർമ്മികമായി ഉത്തരവാദിത്തമില്ല എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ കത്തെഴുതിയത് ജോസഫും ഒരു പത്രപ്രവർത്തകനും ചേർന്നാണെന്നും ജോസഫിന്റെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത് ആരാണെന്ന് അന്വേഷിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള തുടർ അന്വേഷണങ്ങളും ഉണ്ടായില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. വെറും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കോൺഗ്രസുകാർ കാണിക്കുന്ന ഈ ചെയ്തികൾ ഒന്നും തന്നെ നമ്മൾ കാണാതെ പോകരുത്. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുമുള്ള തുടർ അന്വേഷണവും ഉണ്ടായതായി അറിയാൻ സാധിച്ചിട്ടില്ല. വെറും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കോൺഗ്രസുകാർ കാണിക്കുന്ന ഈ ചെയ്തികൾ ഒന്നും തന്നെ നമ്മൾ കാണാതെ പോകരുത്. പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കണം.